എന്തുകൊണ്ട് ക്യൂബക്ക് നമ്മൾ സോളിഡാരിറ്റി പ്രഖ്യാപിക്കണം എന്നുള്ളതാണല്ലോ ചോദ്യം. ക്യൂബ ലോകം സോളിഡാരിറ്റി പ്രഖ്യാപിക്കേണ്ടതാണോ അല്ല ക്യൂബ തള്ളിക്കളയേണ്ട ഒരു സമൂഹമാണോ എന്നുള്ളതാണ് ചോദ്യം. ക്യൂബയ്ക്ക് ലോകം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതിൻ്റെ കാരണം ക്യൂബയോടുള്ള എന്തെങ്കിലും കാരുണ്യം ഒന്നുമല്ല, മറിച്ച് ക്യൂബ നിലനിൽക്കേണ്ടത് ലോകത്തെ മനുഷ്യവംശത്തിൻ്റെ ആവശ്യമാണ്. കാരണം പുതിയൊരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, അതിനെക്കുറിച്ചിട്ടുള്ള ബോധ്യം ലോകത്തിന് പകർന്നു നൽകിയിട്ടുള്ള നാടാണ് ക്യൂബ. ഉദാഹരണത്തിന് 1959 ക്യൂബയിൽ വിപ്ലവം നടക്കുന്നു. വിപ്ലവം നടക്കുന്നതിന് മുമ്പ് ക്യൂബയിലെ 50% ആളുകൾ നിരക്ഷരരായിരുന്നു. അപ്പോഴും അമേരിക്കയുമായി വളരെ ചേർന്ന് നിന്നൊരു ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത്. മുതലാളിത്ത വികസനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു ക്യൂബ എന്നുള്ളത്. ഒരു പിന്നോക്ക കാർഷിക രാജ്യമൊന്നും ആയിരുന്നില്ല ക്യൂബ, മറിച്ച് അമേരിക്കയ്ക്ക് അവരുടെ ഒരു അടുത്ത സ്റ്റേറ്റ് പോലെ, അവരുടെ ഒരു മറ്റൊരു സ്റ്റേറ്റ് പോലെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലമാണ് ക്യൂബ. സ്പെയിനിൽ നിന്ന് കൊളോണിയൽ കാലഘട്ടത്തിൽ വില കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്ക ആലോചിച്ച സ്ഥലമായിരുന്നു ക്യൂബ എന്നുള്ളത്. കാരണം അത്രത്തോളം അവർ കണ്ണുവച്ചിരുന്ന ഒരു ഇടമായിരുന്നു ക്യൂബ. പക്ഷേ ആ ക്യൂബയിലെ ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുരിതമയമായിരുന്നു. ബഹുഭൂരിപക്ഷത്തിനും സാക്ഷരത ഉണ്ടായിരുന്നില്ല. 80% ഹോസ്പിറ്റൽ ബെഡുകളും ഹവാനയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ക്യൂബയുടെ തലസ്ഥാനത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്യൂബയിലെ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. ഗ്രാമീണ മേഖലയിൽ സ്കൂളുകളേ ഉണ്ടായിരുന്നില്ല. ക്യൂബയിലെ മുഴുവൻ ഗ്രാമീണ മേഖല എടുത്തു കഴിഞ്ഞാലും അതിൽ എല്ലാ ഗ്രാമങ്ങളിലുമായിട്ട് ആകെ ഉണ്ടായിരുന്നത് ഒറ്റ ഹോസ്പിറ്റലാണ് എന്നാണ് പറയുന്നത്. 80%-ലധികം ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ നഗരങ്ങളിലാണ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നഗരങ്ങളിലെ സമൂഹത്തിലെ എലൈറ്റ് സെക്ഷന് മാത്രം, അവിടുത്തെ വെള്ളക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നായിരുന്നു അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും, അവിടുത്തെ ആനന്ദങ്ങളും ആശുപത്രികളും വിദ്യാലയങ്ങളുമെല്ലാം. അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ, കർഷകർ അതിക്രൂരമായ പീഡനത്തിലൂടെ, മർദ്ദനത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആ ക്യൂബയാണോ നിങ്ങൾക്ക് വേണ്ടത്? മറിച്ച് മുഴുവൻ ജനങ്ങളും സാക്ഷരരായി മാറിയിട്ടുള്ള, മുഴുവൻ ലഭ്യമായിട്ടുള്ള എല്ലാ ഗ്രാമങ്ങളിലും വിദ്യാലയങ്ങളുള്ള, ഓരോ കുടുംബത്തിനും ഫാമിലി ഡോക്ടർമാരുള്ള, ഓരോ ഗ്രാമത്തിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുള്ള, വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള, നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും ജീവിത സൗകര്യങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള, കായിക മേഖലയാകട്ടെ, സാഹിത്യമാകട്ടെ, കലാമേഖലയാകട്ടെ, ശാസ്ത്രമാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് തുറകളിലേക്കാണോ മനുഷ്യൻ്റെ അഭിരുചി അവനെ നയിക്കുന്നത്, ആ നയിക്കുന്ന മേഖലയിലേക്ക് ആളുകൾക്ക് സമ്പത്തിൻ്റെയോ അല്ലെങ്കിൽ കുലമഹിമയുടെയോ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യത്തിൻ്റെയോ ഒരു ഭാരവും കണക്കുമെടുക്കാതെ കടന്നു ചെല്ലാൻ വേണ്ടി പറ്റുന്ന ഒരു സമൂഹമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഈ രണ്ടാമത്തെ സമൂഹം, ഞാൻ പറഞ്ഞ സമൂഹം, വിപ്ലവത്തിന് ശേഷം ഉള്ള, അതായത് വിപ്ലവത്തിൻ്റെ ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ ക്യൂബയിൽ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളൊരു സമൂഹമാണ്. അതൊരു പരാജയപ്പെട്ട സമൂഹമല്ല ശരിക്കും. ക്യൂബ ശരിക്കും മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യബോധത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള, സോളിഡാരിറ്റി എന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പദത്തെ ഏറ്റവും പ്രകാശമാനമാക്കി മാറ്റിയിട്ടുള്ള, പുതിയ മനുഷ്യനെ നിർമ്മിച്ചിട്ടുള്ളൊരു സമൂഹമാണ്. അതുകൊണ്ട് ക്യൂബ പരാജയപ്പെട്ട സമൂഹമല്ല എന്ന് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ വെളിച്ചാണ് ക്യൂബ. 2026 നമ്മൾ സംസാരിക്കുന്നത്. 2026 ക്യൂബയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൻ്റെ 60ാം വാർഷികമാണ്. അത് ട്രൈകോണ്ടിനെൻ്റൽ കോൺഫറൻസ് ആണ്. ട്രൈകോണ്ടിനെൻ്റൽ കോൺഫറൻസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിമോചന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, അതിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ക്യൂബയിലെ ഹവാനയിൽ വിളിച്ചു ചേർക്കപ്പെട്ടാണ് ട്രൈകോണ്ടിനെൻ്റൽ കോൺഫറൻസ്. അതിൻ്റെ ലക്ഷ്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ: ലോകം ഏതാനും പടിഞ്ഞാറൻ ശക്തികളുടെ ആഗ്രഹത്തിനും അവരുടെ ഇച്ഛയ്ക്കുമനുസരിച്ച് മാത്രം വീതം വെക്കപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും എല്ലാ മനുഷ്യരുടെ ജീവിതം കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ എന്ത് വേണം? സാമ്രാജ്യത്വം തകരണം, കൊളോണിയലിസം അവസാനിപ്പിക്കണം, ജനങ്ങൾക്ക് മുകളിൽ നവ കൊളോണിയലിസത്തിൻ്റെ ചങ്ങലകൾ ഇല്ലാതായിട്ട് മാറണം. അത് മാറണമെങ്കിൽ ഈ രാജ്യങ്ങളിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭ്യമാകണം. ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പറയുന്ന മൂന്നാം ലോക രാജ്യങ്ങളിലെ എല്ലാ വിമോചന പ്രസ്ഥാനങ്ങളെയും വിളിച്ചു ചേർത്തിട്ടായിരുന്നു ട്രൈകോണ്ടിനെൻ്റൽ കോൺഫറൻസ് നടക്കുന്നത്. ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ ഇപ്പോൾ നടക്കുന്നു. ലോകകപ്പിൽ വലിയ ചർച്ച നടത്തിയിട്ടുള്ളത് ആഫ്രിക്കയിലെ ടീമുകളുടെ പോരാട്ടത്തിന്, അവരുടെ മത്സരങ്ങളെ സംബന്ധിച്ച്, അവരുടെ പോരാട്ട വീറിനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നടന്നൊരു ചർച്ച ആഫ്രിക്കയിലെ പഴയകാല വിമോചന പോരാട്ടങ്ങളെയും കുറിച്ചിട്ടാണ്. പാട്രിസ് ലുമുമ്പ കോങ്കോയുടെ
അല്ലെങ്കിൽ കേപ്പ് വെർദയുടെയും ഗിനി ബസുവയുടെയും നേതാവായിരുന്ന അമിൽക്കാർ കബ്രാൾ, അല്ലെങ്കിൽ മൊറോക്കോയുടെ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന മെഹ്ദി ബൻ ബർക്ക, ഘാനയുടെ നേതാവായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന സോഷ്യലിസ്റ്റായിരുന്ന ക്വാമെ ക്രൂമ, സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരായിട്ട് നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം കൂടി ചർച്ചയായിട്ടുള്ളൊരു ലോകകപ്പ് കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയി. മനുഷ്യർ ഇങ്ങനെ കൂടി പോരടിച്ചിട്ടാണ് മനുഷ്യർ അതിജീവിച്ചത് എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ രാജ്യങ്ങളിലെ മുഴുവൻ പ്രതിനിധികൾ ട്രൈകോണ്ടിനെൻ്റൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ 1966 ഹവാനയിൽ ഒത്തുചേരുന്നുണ്ട്. നോക്കണം, 1959 വിപ്ലവം നടക്കുന്നത്. 6 വർഷത്തിനിടയിൽ ലോകത്തിലെ മുഴുവൻ വിമോചന പ്രസ്ഥാനത്തിൻ്റെയും മൂന്നാം ലോക രാജ്യങ്ങളിലെ പോരാളികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കണമെന്ന് ഒരു ദിശ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത രാജ്യമാണ് ക്യൂബ. 1. 2, ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ക്യൂബയുടെ കൂടി പങ്കാളിത്തം കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ചെഗുവേര ബൊളീവിയയിൽ പോകുന്നതിന് മുമ്പ് കോങ്കോയിലാണ് ഉണ്ടായിരുന്നത്. ക്യൂബയിലെ പോരാളികളുടെ കൂടെ അവരെയും കൂട്ടി കോങ്കോയിലെത്തുകയും പാട്രിസ് ലുമുംബയുടെ കൊലപാതകത്തിന് ശേഷം കോങ്കോയിൽ നടന്നിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള അടിച്ചമർത്തൽ, അതിനെ തുടർന്ന് അവിടുത്തെ വിമോചന പോരാട്ടത്തിന് ഇന്ധനം പകരാൻ, അവർക്ക് പരിശീലനം നൽകാൻ കോങ്കോയിൽ എത്തിയ ആളുടെ പേരാണ് എർണസ്റ്റോ ചെഗുവേര എന്നുള്ളത്. കേപ്പ് വെർദയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളവരായിരുന്നു ക്യൂബയുടെ പോരാളികൾ. ഘാനയുടെ സമരത്തിൽ, സൗത്ത് ആഫ്രിക്ക, അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡ് റെജീം അവസാനിച്ചതിന് ശേഷം, സൗത്ത് ആഫ്രിക്ക സ്വാതന്ത്ര്യത്തിലേക്ക് വന്നതിന് ശേഷം സൗത്ത് ആഫ്രിക്കൻ പോരാട്ട നേതാവായ നെൽസൺ മണ്ടേല ആദ്യം സന്ദർശിക്കുന്നത് ക്യൂബയാണ്, മറ്റൊരു രാജ്യമല്ല. ക്യൂബയിലേക്കാണ് അദ്ദേഹം ആദ്യം പോകുന്നത്. നെൽസൺ മണ്ടേലയോട് ചോദിക്കുന്നുണ്ട് പത്രപ്രവർത്തകർ, ഇതെങ്ങനെയാണ്, നിങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയവരല്ലേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരല്ലേ സൗത്ത് ആഫ്രിക്കയിലെ ജനത, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ജനാധിപത്യം ഇല്ലാത്ത ക്യൂബയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന ചോദ്യത്തിന് നെൽസൺ മണ്ടേല മറുപടി പറയുന്ന ഒരു ഉത്തരം, വർണ്ണവിവേചനത്തിൽ പെട്ട് പുഴുക്കളെപ്പോലെ ഞങ്ങളുടെ ജനത ഇങ്ങനെ പ്രയാസപ്പെട്ടിരുന്നപ്പോൾ, അടിച്ചമർത്തപ്പെട്ടിരുന്നപ്പോൾ, ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടൊരു കാലത്ത് ഞങ്ങൾ ഒരു ചെറിയ സഹായത്തിന് വേണ്ടി ആദ്യം കൈനീട്ടിയത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളോടായിരുന്നു, യൂറോപ്യൻ രാജ്യങ്ങളോടായിരുന്നു. പക്ഷേ ഒരാൾ ഞങ്ങളെ സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ നാട്ടിൽ വർണ്ണവിവേചനത്തിൻ്റെ ഭരണകൂടത്തിന് പിന്തുണ നൽകുകയാണ് ചെയ്തത്. ഞങ്ങളെ സഹായിക്കാൻ ആദ്യം മുന്നോട്ട് വന്നിരുന്നത് ക്യൂബയാണ്. അതുകൊണ്ട് ആ രാജ്യത്തെ എങ്ങനെ വിലയിരുത്തണമെന്ന് പാശ്ചാത്യ ലോകത്തിൻ്റെ കണ്ണിലൂടെ എന്നോട് ചോദിക്കരുത് എന്നാണ് നെൽസൺ മണ്ടേല പറയുന്ന ഉത്തരം. Fidel Castro support our struggle to the hilt. They do not support it only in rhetoric. They are placing resources at our disposal for us. ക്യൂബയുടെ ചരിത്രത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം തങ്ങളുടെ ഏതെങ്കിലും സങ്കുചിതമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രായോഗിക ബുദ്ധി അനുസരിച്ചിട്ടല്ല ക്യൂബ ഒരു കാലത്തും നിലപാടെടുത്തിട്ടുള്ളത്. അങ്ങനെയായിരുന്നെങ്കിൽ ക്യൂബയ്ക്ക് ഈ പ്രയാസമൊന്നും നേരിടേണ്ടി വരുമായിരുന്നില്ല. ക്യൂബയിൽ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് അവിടെ അധികാരത്തിലുണ്ടായിരുന്ന ബാറ്റിസ്റ്റയുടെ ഭരണകൂടം, ആ ഭരണകൂടം അമേരിക്കയായിട്ട് വളരെ ചേർന്നുകൊണ്ടുള്ള അമേരിക്കയുടെ ഒരു പാവ ഭരണകൂടം പോലെയുള്ള ഒന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു പ്രയാസവും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ക്യൂബ പ്രയാസമായിട്ട് മാറുന്നത്? ഇപ്പം ഞാൻ ക്യൂബയിൽ സന്ദർശിച്ച സമയത്ത് നിങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന ദിവസം അമേരിക്കയിൽ നിന്നുള്ള ഒരു ഡെലിഗേറ്റ്, സമീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അമേരിക്കയിലെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകനായിരുന്നു സമീർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന്, ഞങ്ങളവിടെ ക്യൂബയിലെ ആശുപത്രികളും അതുപോലെ വിദ്യാലയങ്ങളും ഒക്കെ കണ്ട് അവിടുത്തെ ജീവിതം മനസ്സിലാക്കി. സമീർ മടങ്ങുന്ന ദിവസം പറയുന്നൊരു കാര്യം, എനിക്കിപ്പോൾ ബോധ്യമായി എന്തുകൊണ്ടാണ് ഈ ക്യൂബ തകരണമെന്ന് അമേരിക്ക ഇത്രത്തോളം ആഗ്രഹിക്കുന്നത്. കാരണം ഈ അതിക്രൂരമായിട്ടുള്ള ഈ ഉപരോധത്തിലൂടെ ഇതിനെ വളഞ്ഞു വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം ഈ രാജ്യത്തെ ജനങ്ങളോ അതിൻ്റെ മറ്റെന്തെങ്കിലും ശേഷിയോ ഒന്നുമല്ല, മറിച്ച് ഈ ക്യൂബയിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ ജീവിതമുണ്ട്. ആ ജീവിതം നിലനിന്നാൽ തൊട്ടടുത്താണ് അമേരിക്ക. അമേരിക്കയിലെ തൊഴിലാളി വർഗത്തിന് മനസ്സിലാകും ഇത് സാധ്യമാണ്. അതായത് ആരോഗ്യം കച്ചവടമാക്കാതെ മുഴുവൻ മനുഷ്യർക്കും ലഭിക്കുന്ന ഒന്നാക്കിയിട്ട് നിങ്ങൾക്ക് ആരോഗ്യത്തെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. സൗജന്യമായ ചികിത്സ ലഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിദ്യാഭ്യാസം വിലക്ക് വാങ്ങാനുള്ളതെല്ലാം എല്ലാ മനുഷ്യരുടെ അവകാശമാക്കിയിട്ട് ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മൂല്യബോധം ഉള്ള ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ പറ്റും എന്ന് മനസ്സിലായാൽ അമേരിക്കയിലെ തൊഴിലാളി വർഗം അവിടെ കലാപം ഉണ്ടാക്കും.
കാരണം ഇത് സാധ്യമാണ്. അതുകൊണ്ടാണ് സോഷ്യലിസം പരാജയമാണ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട ബാധ്യത എല്ലാ കാലത്തും അമേരിക്കൻ ഭരണകൂടത്തിന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ 250-ാം വാർഷികത്തിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിളിക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കമ്മ്യൂണിസത്തെയാണ്. അത് ലോകത്തൊരു ഭാഗത്ത് പറയുന്നു കമ്മ്യൂണിസത്തെ ജനങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്നു, കമ്മ്യൂണിസത്തിന് ഭാവിയില്ല, കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയുടെ അധിപൻ പറയുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, ഏറ്റവും വലിയ അപകടം കമ്മ്യൂണിസമാണ് എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം ഇന്നും ഈ പറയുന്ന രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രൈകോണ്ടിനെൻ്റൽ കോൺഫറൻസ് 1966 ക്യൂബയിൽ നടന്ന സമയത്ത് ക്വാമെ ക്രൂമ, ഖാനയുടെ നേതാവ്, അതിൽ പങ്കെടുക്കുന്നുണ്ട്. മെഹദി ബെൻ ബർക്കെ ആയിരുന്നു മൊറോക്കോയിൽ നിന്ന് പങ്കെടുക്കാനുള്ള ആൾ മാത്രമല്ല ട്രൈകോണ്ടിനെൻ്റൽ കോൺഫറൻസിൻ്റെ ഒരു സംഘാടകനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് മെഹദി ബെൻ ബർക്കെ ആയിരുന്നു. മെഹദി ബെൻ ബർക്കെയാണ് പറഞ്ഞത്, ഒന്ന് ദേശീയ വിമോചന പോരാട്ടം നാഷണൽ ലിബറേഷൻ, 2 സോഷ്യലിസ്റ്റ് റവല്യൂഷൻ സോഷ്യലിസ്റ്റ് വിപ്ലവം. ദേശീയ വിമോചന പോരാട്ടവും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെയും ധാരകളെ ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് ലോകത്തിൻ്റെ വിമോചനത്തിൻ്റെ മാർഗം. കൊളോണിയലിസം അവസാനിക്കുന്നതോടു കൂടിയിട്ട് ഒരു ജനതയുടെ ജീവിതം മാറുന്നില്ല, അതിനകത്തേക്ക് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ധാരയെ കൂടി ചേർത്ത് വെക്കണം എന്നുള്ളതായിരുന്നു. ഈ കാഴ്ചപ്പാടാണ് ശരിക്ക് ട്രൈകോണ്ടിനെൻ്റൽ കോൺഫറൻസ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ മെഹദി ബെൻ ബർക്കയ്ക്ക് ഈ ട്രൈകോണ്ടിനെൻ്റൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. വലിയ ആവേശകരമായിട്ടുള്ളൊരു സമ്മേളനമാണെന്ന് നടന്നത്. നമ്മുടെ ഒരു ചരിത്ര പുസ്തകത്തിലും നമ്മളിത് കാണില്ല. ആരും ഒരു സമ്മേളനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും ആരും പഠിപ്പിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ 3% ജീവിക്കുന്ന ഏഷ്യയും ആഫ്രിക്കയും അതിനൊപ്പം ലാറ്റിൻ അമേരിക്ക കൂടിക്കഴിഞ്ഞാൽ ലോകത്തെ ജനസംഖ്യയുടെ 85% വരും. ലോകത്തെ ജനസംഖ്യയുടെ 85% വരുന്ന മനുഷ്യരുടെ വിമോചന സ്വപ്നങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നടന്ന ചരിത്രത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമായിരുന്നു ക്യൂബയിലെ ഹവാനയിൽ നടന്ന ട്രൈകോണ്ടിനെൻ്റൽ സമ്മേളനം. ഒരു ചരിത്ര പുസ്തകത്തിൽ ഇതിൻ്റെ ഓർമ്മകൾ ബാക്കി വെച്ചിട്ടില്ല. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അതിൻ്റെ സംഘാടകനായിരുന്ന മെഹദി ബെൻ ബർക്കയെ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് പാരീസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം പിന്നെ സംസ്കരിച്ചത് എന്നുള്ളത് പോലും ആളുകൾക്ക് അറിയില്ലായിരുന്നു. 30 വർഷത്തോളം ചെഗുവേരയുടെ ശരീരം എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആളുകൾക്ക് അറിയില്ല. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത അമിൽക്കാർ കബ്രാളിനെ വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ 1972 അദ്ദേഹത്തെ കൊന്നുകളയാണ് ചെയ്തിരുന്നത്. മൊസാംബിക്കുവിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള വിപ്ലവകാരിയെ പിന്നീട് കൊന്നുകളഞ്ഞിരുന്നു. ലോകത്തെ വിപ്ലവകാരികളുടെ സമ്മേളനത്തിന്, വിമോചന സമരത്തിൻ്റെ സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ച നാടാണ് ക്യൂബ. 1884 യൂറോപ്യന്മാർ നടത്തിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു ബെർലിനിൽ. ആ സമ്മേളനത്തിലാണ് ആഫ്രിക്കയെ വെട്ടിമുറിക്കുന്നത്. ആഫ്രിക്കയെ വെട്ടിമുറിക്കാൻ സമ്മേളനം നടത്തിയവരാണ് യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ. ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും വിമോചനത്തിന് വേണ്ടിയിട്ട് ധീരമായിട്ട് വിപ്ലവകാരികളെ വിളിച്ചു ചേർത്ത നാടിൻ്റെ പേരാണ് ക്യൂബ എന്നുള്ളത്. അതുകൊണ്ടാണ് ക്യൂബ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് മാറുന്നത്. ജനാധിപത്യം ജനങ്ങളുടെ പങ്കാളിത്തവും തങ്ങളുടെ ജീവിതം എന്താണ് എന്ന് തീരുമാനിക്കാൻ, നിശ്ചയിക്കാനുള്ള ജനങ്ങളുടെ അവകാശവുമാണോ, അല്ല ജനാധിപത്യം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഫിഡൽ തന്നെ ഇതിന് മറുപടി നൽകും. ഫിഡൽ പറയുന്നൊരു മറുപടി, ഈ നാട്ടിലെ മനുഷ്യർക്കെല്ലാം ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റണം. ഒരു കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. ആ നിർബന്ധം ഈ നാടിൻ്റെ വഴി സോഷ്യലിസത്തിൻ്റെ വഴിയാണ്. ആ അതായത് ഈ നാടിൻ്റെ വഴി മുതലാളിത്തത്തിൻ്റെ വഴിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതായത് എല്ലാം കച്ചവടത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന, മനുഷ്യൻ്റെ എല്ലാ കഴിവുകളെയും അഭിലാഷങ്ങളെയും മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ലാഭത്തിൻ്റെ കണ്ണിലൂടെ മാത്രം വിലയിരുത്തുന്ന, അതിലൂടെ മാർക്കിടുന്ന ഒരു സംവിധാനമല്ല ഞങ്ങളുടെ വഴി. ഞങ്ങളുടെ വഴി സോഷ്യലിസം. ആ സോഷ്യലിസത്തെ സംരക്ഷിക്കാനുള്ള ഏത് ഇടപെടലുകളും ഞങ്ങൾ നടത്തും. ആ സോഷ്യലിസമാണ് ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കാനുള്ള ഒന്ന് എന്നുള്ളത് ഫിഡൽ തന്നെ അതിൽ മറുപടി പറയുന്നുണ്ട്. അതിൽ മാത്രമേ വിട്ടുവീഴ്ചയില്ലാതെയുള്ളൂ എന്നുള്ളത്. 2, എന്താണ് ജനാധിപത്യം? ജനാധിപത്യം മനുഷ്യൻ്റെ ജീവിതത്തിന് അന്തസ്സ് നൽകുന്നൊരു പ്രക്രിയ ആകണമല്ലോ ജനാധിപത്യം എന്നുള്ളത്. അതായത് അധികാരമല്ല, മനുഷ്യനാണ്
അധികാരവും അലങ്കാരങ്ങളും ഒന്നുമില്ലാത്ത മനുഷ്യൻ്റെതാണ് ജീവിതം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്യൂബയിൽ ഏത് നിയമം പാസ്സാക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഹിതപരിശോധനയിലൂടെ മാത്രമേ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. 2019 ക്യൂബയിൽ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരുന്നത്. 2019 അതിനുശേഷമാണ് പുതിയ ഫാമിലി കോഡ് ക്യൂബയിൽ കൊണ്ടുവരുന്നത്. ഇതൊക്കെയാണ് റീസെൻ്റ്ലി ക്യൂബയിൽ നടന്നിട്ടുള്ള ചില നിയമപരമായിട്ടുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നിയമങ്ങളെല്ലാം ക്യൂബയിൽ എങ്ങനെയാണ് നടപ്പിലാക്കിയത്? ആദ്യം അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കും. ആ കരട് ക്യൂബയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യും. കാരണം ക്യൂബയിൽ എല്ലായിടങ്ങളിലും തൊഴിലാളികളുടെയും സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സംഘടനകൾ, വലിയ സംഘടനകൾ ഉണ്ട്. ക്യൂബയിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും അവിടുത്തെ വനിതാ സംഘടനയിലെ അംഗങ്ങളാണ്. ക്യൂബയിലെ തൊഴിലാളികളെല്ലാം അവിടുത്തെ തൊഴിലാളി സംഘടനയിലെ അംഗങ്ങളാണ്. ഓരോ പ്രദേശത്തും വിപ്ലവത്തെ സംരക്ഷിക്കാനുള്ള കമ്മിറ്റികൾ, സമിതികൾ ഉണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തും യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ കരട് അവതരിപ്പിക്കും. ആ കരട് അവതരിപ്പിച്ചതിന് ശേഷം ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ, ഭേദഗതികൾ നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റും. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഭേദഗതികളാണ് ഭരണഘടനാ ഭേദഗതിയിലൊക്കെ ആളുകളുടെ ഇടയിൽ നിന്ന് അമെൻമെൻറ്റുകളായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ വരുന്ന അമെൻമെൻറ്റുകൾ ക്യൂബൻ ജനതയുടെ 80% ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുന്ന ഭേദഗതികൾ വീണ്ടും ചർച്ച ചെയ്ത് അത് പരിശോധിച്ച് പുതിയ കരട് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കും. ഈ 3 തവണ ഈ പ്രക്രിയ നടന്നതിന് ശേഷം ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ആ ഡ്രാഫ്റ്റ് ജനങ്ങളുടെ ഹിതപരിശോധനയ്ക്ക് വെച്ച് ഭൂരിപക്ഷം ആളുകളുടെ പിന്തുണ അതിനുണ്ടെങ്കിൽ മാത്രമേ ക്യൂബയിലത് നിയമമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റൂ. ഈ പ്രക്രിയ ഏത് മുതലാളിത്ത രാഷ്ട്രത്തിലാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക? നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറണമെന്ന് തീരുമാനിക്കുന്നതിൽ അഭിപ്രായം പറയാൻ അവിടുത്തെ ജനങ്ങൾക്ക് അത്രത്തോളം പങ്കാളിത്തമുണ്ട്. 1. 2. ക്യൂബൻ പാർലമെൻറ്റ് നമ്മൾ എടുക്കുക. ക്യൂബൻ പാർലമെൻറ്റ് അവിടുത്തെ ഒരു കൂട്ടം വലിയ സമ്പന്നന്മാരുടെ സമ്മേളന വേദിയോ അല്ലെങ്കിൽ അവരുടെ ഈ ഒഴിവ് കാലത്ത് അവർക്ക് ആനന്ദിക്കാനുള്ള, പാർട്ടി കൂടാനുള്ള വേദിയോ ഒന്നുമല്ല അവിടെയുള്ളത്. ക്യൂബൻ പാർലമെൻറ്റിൽ ആ സൊസൈറ്റിയിലെ എല്ലാ വിഭാഗത്തെയും കാണാൻ വേണ്ടി പറ്റും. തൊഴിലാളികളിൽ നിന്നുള്ളവർ, കർഷകരിൽ നിന്നുള്ളവർ, ശാസ്ത്രജ്ഞരിൽ നിന്നുള്ളവർ, യുവാക്കളുടെ വിഭാഗത്തിൽ നിന്നുള്ളവർ, ഇങ്ങനെ ആ സമൂഹത്തിൻ്റെ മുഴുവൻ വിഭാഗത്തിൻ്റെയും പ്രാതിനിധ്യം ഉറപ്പുള്ള സ്ഥലമാണ് ക്യൂബയുടെ പാർലമെൻറ്റ്. ആ പ്രാതിനിധ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആ പ്രാതിനിധ്യം ഉണ്ടാക്കുന്നതും ആ വിഭാഗത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ്. അതായത് തൊഴിലാളികൾക്കിടയിൽ പിന്തുണയില്ലാത്ത, അവർ തള്ളിക്കളയുന്ന ഒരാൾക്ക് തൊഴിലാളികളുടെ പ്രതിനിധിയായിട്ട് ക്യൂബൻ പാർലമെൻറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. 3. ക്യൂബ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വംശീയത നിലനിന്നിട്ടുള്ളൊരു സ്ഥലമായിരുന്നു വിപ്ലവത്തിന് മുമ്പ്. അവിടുത്തെ വെള്ളക്കാർക്ക് മാത്രമായിരുന്നു അവിടുത്തെ ജീവിത സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് ക്യൂബൻ പാർലമെൻറ്റിൽ 50%-ലധികമുള്ളത് അവിടുത്തെ ഈ പറയുന്ന കറുത്ത വിഭാഗക്കാരും മിക്സഡ് റേസിൽ പെടുന്ന ആളുകളുമാണ്. ഇത് ഗ്രാജ്വലി ക്യൂബയിലെ വിപ്ലവം നടത്തിയിട്ടുള്ള ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഇടപെടലിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ക്യൂബൻ പാർലമെൻറ്റിൽ 55% വനിതകളാണ്, സ്ത്രീകളാണ് ഉള്ളത്. ഒരു കാലത്ത് സ്ത്രീകൾക്ക് പൊതുജീവിതമേ ഇല്ലാതിരുന്ന ഒരു നാടായിരുന്നു ക്യൂബ എന്നുള്ളത്. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് ജനാധിപത്യം എന്നുള്ളതാണ് ചോദ്യം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ SFI വിദ്യാർത്ഥി യൂണിയനിലേക്ക് വിജയിക്കുകയും ചെയ്തു. ആദ്യം അവിടുത്തെ SFI പ്രവർത്തകർ ചെയ്തത്, വിജയാഘോഷിക്കുമ്പോൾ ചെയ്തത്, ചെഗുവേരയുടെ ചിത്രമുള്ള വലിയ കൊടി വീശുക ആണ് ചെയ്തത്. യൂണിയൻ ഓഫീസിലേക്ക് ചെഗുവേരയുടെ ചിത്രം കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ വലിയ സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ കരുതുന്നത് ലോകത്തെ എല്ലാ ഡോക്ടർമാരുടെയും ക്യാബിനിൽ ചെഗുവേരയുടെ ചിത്രം ഉണ്ടാകണം, എല്ലാ മെഡിക്കൽ കോളേജിലും ചെഗുവേരയുടെ ചിത്രം ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം ചെഗുവേര ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഡോക്ടറായിരുന്നു. ചെഗുവേര ആളുകളോട് പറഞ്ഞത്, മെഡിക്കൽ വിദ്യാർത്ഥികളോട് പറഞ്ഞത്, മെഡിക്കൽ പ്രൊഫഷൻ ഒഴിവാക്കിയിട്ട് വിപ്ലവകാരികളായി മാറാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് വിപ്ലവകാരികളായിട്ടുള്ള ഡോക്ടർമാരായി മാറാൻ വേണ്ടിയിട്ടാണ്. അതായത് ആരോഗ്യ മേഖല എന്നുള്ളത് ക്യൂബൻ ഇൻ്റർനാഷണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 1960 ചിലിയിൽ വലിയ പ്രകൃതി ക്ഷോഭം ഉണ്ടാകുന്നത്, പ്രയാസം ഉണ്ടാകുമ്പോൾ വിപ്ലവം നടന്ന് 1 വർഷത്തിനുള്ളിൽ ചിലിയിലേക്ക് തങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരെ ക്യൂബ അയക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്യൂബൻ വിപ്ലവം കഴിഞ്ഞതിന് ശേഷം ക്യൂബയിലെ ഡോക്ടർമാരിൽ പകുതിയോളം ആളുകൾ അമേരിക്കയിലേക്ക്
പോയി. കാരണം അവർക്ക് മനസ്സിലായി. കാരണം അന്ന് വരെ ക്യൂബൻ ആരോഗ്യ വ്യവസ്ഥ എന്നുള്ളത് മുതലാളിത്ത ഫ്രെയിം വർക്കിനകത്താണ് ഉണ്ടായിരുന്നത്. അത് ലാഭം കുന്നുകൂട്ടാനുള്ളതായിരുന്നു, പണം സമ്പാദിക്കാനുള്ള ഒന്നായിരുന്നു, അത് ആളുകളെ ചൂഷണം ചെയ്യാനുള്ള ഒന്ന് ആയിരുന്നു, അല്ലാതെ ഒരു ഒരു ആരോഗ്യമുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒന്നല്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ കരുതിയിരുന്ന ആളുകളെല്ലാം ക്യൂബ വിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ ക്യൂബ തളർന്നില്ല. ക്യൂബ ഈ വർഷങ്ങളിലെല്ലാം ചെയ്തത് വിപ്ലവകാരികളായിട്ടുള്ള ഡോക്ടർമാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കോവിഡിൻ്റെ കാലത്ത് ക്യൂബ പറഞ്ഞല്ലോ 5 വാക്സിനാണ് ഉണ്ടാക്കിയത്. 5 വാക്സിൻ എങ്ങനെയാണ് ക്യൂബ കണ്ടുപിടിക്കാനുള്ള കാരണം? കാരണം ക്യൂബയിലേക്ക് വാക്സിൻ കൊടുക്കില്ല എന്നുള്ളത് പല രാഷ്ട്രങ്ങളും തീരുമാനിച്ചു. ഉപരോധം കാരണം വാക്സിൻ വാങ്ങാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വന്നു. തങ്ങളുടെ ജനതയെ സംരക്ഷിക്കണമെങ്കിൽ, അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ, കൂട്ടമരണം നടക്കാതിരിക്കണമെങ്കിൽ ക്യൂബക്ക് മുന്നിലുണ്ടായിരുന്നൊരു വഴി സ്വന്തമായി വാക്സിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളായിരുന്നു. ഒന്നല്ല 5 വാക്സിനുകൾ ഉണ്ടാക്കി. സിറിഞ്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് മൂക്കിലൊഴിക്കുന്ന വാക്സിൻ, അതിൽ 5-1 സിറിഞ്ച് ആവശ്യമില്ലാത്ത വാക്സിനായിരുന്നു. ഗർഭിണികൾക്ക് പ്രത്യേകമായിട്ടുള്ള വാക്സിൻ, ഇങ്ങനെയാണ് 5 തയ്യാറാക്കുന്നത് ക്യൂബ. എന്നിട്ടാണ് അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും, ആദ്യം ക്യൂബ അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും വാക്സിൻ നൽകിയിട്ട് തെളിയിച്ചു ഞങ്ങൾ കണ്ടുപിടിച്ചത് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള വാക്സിനാണ്. എന്നിട്ട് ക്യൂബ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇതാരുമായിട്ടും പങ്കുവെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ആർക്കും. ക്യൂബയാണ് ഇറ്റലിയിലേക്ക് ആദ്യമായിട്ട്, കോവിഡ് കാലത്ത് ഏറ്റവും രൂക്ഷമായ കോവിഡ് ബാധിച്ച ഇറ്റലിയിലേക്ക് മെഡിക്കൽ ബ്രിഗേഡിനെ ആദ്യം അയക്കുന്ന രാജ്യം ക്യൂബയാണ്. അവർ വന്നിറങ്ങുന്നതും അവരെ സ്വീകരിക്കുന്നതും ക്യൂബൻ പതാകയുമായിട്ട് വന്നിറങ്ങുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അമേരിക്കയിലേക്ക് ഈ സേവനം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ക്യൂബ പറഞ്ഞിരുന്നു. ശരിയാണ്, ക്യൂബക്ക് ആരോഗ്യമേഖല വിലപേശാനുള്ള ഒന്നല്ല, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്നല്ല, അത് ക്യൂബ ഉയർത്തിപ്പിടിക്കുന്ന ഉജ്ജ്വലമായ സാർവദേശീയതയുടെ ഒരു മേഖലയാണെന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് ലോകത്ത് 160-ലധികം രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ സംഘത്തെ കയറ്റി അയച്ച വിപ്ലവകാരികളായ ഡോക്ടർമാരുടെ നാടാണ് ക്യൂബ എന്നുള്ളത്. ചെഗുവേര പറയുന്നുണ്ട്, 1960 ഓഗസ്റ്റ് 19 ഹവാനയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളോട് ചെഗുവേര നടന്നൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ചെഗുവേര പറയുന്നത്, ഞാനൊരു ഡോക്ടറായിരുന്നു, ഞാനത് അഭിമാനത്തോടു കൂടിയിട്ട് കാണുന്ന ഒരാൾ കൂടിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് റവല്യൂഷണറി മെഡിസിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം പറയുന്നത്, നമുക്കൊരു നല്ല ഡോക്ടർമാരായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ രോഗത്തിനെതിരെ പൊരുതുന്ന ആളുകളാണ്. രോഗത്തിനെതിരെ പൊരുതണമെങ്കിൽ മനുഷ്യർക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണം. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെങ്കിൽ വിവേചനങ്ങളില്ലാത്ത സമൂഹം ഉണ്ടാകണം. വിവേചനങ്ങളില്ലാത്ത സമൂഹം ക്യാപിറ്റലിസത്തിൽ സാധ്യമാവുകയില്ല എന്നാണ് പറഞ്ഞത്. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യാറില്ലല്ലോ. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം നിങ്ങൾക്ക് മനുഷ്യ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ മുതലാളിത്തത്തിൽ അത് സാധ്യമല്ല. കാരണം അവിടെ ലാഭമാണ്. മനുഷ്യനെ കൂടുതൽ ലാഭേച്ഛയുള്ളവരാക്കുന്ന, സ്വാർത്ഥരാക്കി മാറ്റുന്ന ഒന്നാണ്, അനാരോഗ്യകരമായ മത്സരത്തിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് മുതലാളിത്തം. നിങ്ങൾക്കൊരു സോഷ്യലിസ്റ്റ് ക്രമത്തിൽ മാത്രമേ ശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങളെല്ലാം വിപ്ലവകാരികളായിട്ടുള്ള ഡോക്ടർമാരായിട്ട് മാറണം എന്നാണ്. അതിനുവേണ്ടി രക്തസാക്ഷിയായ പോരാളിയുടെ പേരാണ് ചെഗുവേര. ലോകത്തെ ഡോക്ടർമാരുടെ ക്യാബിനിൽ ചെഗുവേരയുടെ ചിത്രമല്ലാണ്ട് ആരുടെ ചിത്രമാണ് വെക്കാൻ വേണ്ടി പറ്റുക? 160 രാജ്യങ്ങളിലേക്ക് ക്യൂബ ഡോക്ടർമാരെ കയറ്റി അയച്ചപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മാത്രം 38 രാജ്യങ്ങളിൽ ബോംബിട്ട രാജ്യമാണ് അമേരിക്ക. 38 രാജ്യങ്ങളിൽ ബോംബിടുകയും, അത് വിയറ്റ്നാം ഉണ്ട്, ഇറാഖ് ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്, അതിൽ സൊമാലിയുണ്ട്, അങ്ങനെ എത്രയോ രാജ്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇങ്ങനെ ലോകത്തെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുകളഞ്ഞ, ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും സൈനികരെ കയറ്റി അയച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയാണോ ലോകത്തേക്ക് മെഡിക്കൽ ബ്രിഗേഡിനെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തെ മനുഷ്യർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം സൗജന്യമായി നൽകാൻ തയ്യാറായിട്ടുള്ള ആരോഗ്യ സാർവദേശീയതയുടെ പ്രതീകമായ ക്യൂബയാണോ ലോകത്തിന് ആവശ്യം എന്നുള്ള ചോദ്യത്തിന് അതുകൊണ്ടാണ് പറയുന്നത്, ക്യൂബയ്ക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം അത് ക്യൂബയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല മാത്രമല്ല, മറിച്ച് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യദാർഢ്യമായിട്ട് മാറുന്നത് ക്യൂബ ഉയർത്തിപ്പിടിക്കുന്ന ഈ മോഡലാണ്. ക്യൂബ വിജയിപ്പിച്ച, ക്യൂബ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത ഈ ജീവിതമാണ് മനുഷ്യരാശിക്ക് വേണ്ടത് എന്നുള്ളതുകൊണ്ടാണ്.